നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. വിവാഹിതൻ, സംതൃപ്തകരമായൊരു ദാമ്പത്യവും കുടുംബജീവിതവും ഉള്ളവൻ, എല്ലാം അറിഞ്ഞു മനസ്സിലാക്കി സഹിച്ച് സഹകരിച്ച് സ്നേഹിക്കുന്ന ഒരു ഭാര്യയും സ്നേഹസമ്പന്നരായ മക്കളുമുള്ളവൻ, ഒരു കുട്ടിയുടെയെങ്കിലും പ്രിയപ്പെട്ട മുത്തച്ഛൻ. ഇവന് വയസ്സാം കാലത്ത് പഴയ കൗമാരക്കാല പ്രണയബാധയുടെ ആവർത്തനമോ ഹൃദ്രോഗവും ആസ്മയും എല്ലാം നിരന്തരം പിന്തുടരുന്ന പീഡിപ്പിക്കുന്ന ഏത് അപ്രതീക്ഷിത നിമിഷത്തിലും യാത്ര പറയേണ്ടി വന്നേക്കാവുന്ന ഈ വൈകിയ വേളയിൽ സത്യം പറയട്ടെ, ഇതിൽ പ്രേമമില്ല, ആരാധനയില്ല, വിരഹവേദനയില്ല, ചമത്കാരപൂർണമായ യാതൊരു വികാരാകർഷണവുമില്ല. എന്നാലും എനിക്ക് വിശദീകരിക്കാനാകാത്ത മറ്റെന്തോ ഉണ്ട് എന്ന വാസ്തവം നിഷേധിക്കുവാനും വയ്യ. മനുഷ്യനോട് മനുഷ്യന് തോന്നുന്ന എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ എന്തോ ഒന്ന്. ഇന്നത്തെ സ്വസ്ഥതയും സൗന്ദര്യവും സന്തോഷവും നിറഞ്ഞ ജീവിത പരിസരത്ത് നിന്ന് ഒരു മടക്കയാത്ര ഒരിക്കലും ഒരു കാലത്തും എനിക്ക് ആവുകയുമില്ല. ഒരു ശക്തിക്കും എന്നെ അതിൽ നിന്ന് നിർബന്ധിക്കുവാനോ പ്രേരിപ്പിക്കുവാനോ കഴിയുകയില്ല. അവളെ എന്നല്ല ആരെയും ഇനി പ്രണയിക്കുവാനോ കൊതിക്കുവാനോ സാധിക്കുകയില്ല. അതിനുള്ള ശാരീരികമോ മാനസികമോ ആയ കെൽപ്പുമില്ല. ഒരിക്കൽ പ്രിയങ്കരിയായിരുന്നുവെങ്കിലും അവൾ സ്വയം ഭയങ്കരിയായി രൂപാന്തരപ്പെട്ടവളാണല്ലോ. അസുഖകരമായ ഒരു അനുഭവത്തിൻ്റെ തീരാ വ്യതയായല്ലാതെ അപമാനമായല്ലാതെ അവളെ ഓർമ്മിച്ചിരുന്നതേയില്ലല്ലോ. എന്നാലും ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷവും കാലത്തിൻ്റെയും അനുഭവങ്ങളുടെയും രോഗത്തിൻ്റെയും ആക്രമണത്തിൽ പലതും മാറിക്കഴിഞ്ഞിട്ടും മാറാത്ത എന്തോ ഒന്ന്, പഴയ എന്തോ ഒന്ന് ഇനിയും അവളിൽ അവശേഷിക്കുന്നുവെന്നോ. സ്വന്തം അനുസ്മരണയിലും തിരിച്ചറിയലും അങ്ങനെ ഒരു ആലസ്യം നിറഞ്ഞ ആകർഷണത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും തിരി പോലും ബാക്കിയില്ലായിരുന്നുവല്ലോ. നോവും നാശവും മാത്രം തന്ന എന്തോ ഒന്നിൻ്റെ കഴിക്കുന്ന അവശിഷ്ടം മാത്രമായിരുന്നുവല്ലോ അവളെ പറ്റിയുള്ള അവ്യക്ത സ്മരണ പോലും. പക്ഷെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയുടെ ദുരന്ത സ്പർശത്തിൽ എല്ലാം മാറിമറയുന്നുവെന്നു. ഉറക്കപ്പിച്ചിൻ്റെ ആകസ്മികതയിലെ ആ ദയനീയമായ തേങ്ങൽ ഒരിക്കലും നിലയ്ക്കാത്ത ഒരു നൊമ്പരത്തിൻ്റെ ആത്മരോദനമായി മുങ്ങിക്കൊണ്ടിരിക്കുമെന്നോ, ഒടുങ്ങാത്ത ഒരു കുറ്റബോധത്തിൻ്റെ അർബുദ ജീർണമായ എൻ്റെ ഓർമ്മയുടെ പൂമുഖത്ത് തന്നെ നീ എന്നും കിടക്കുമെന്നോ.